നല്ല ഇളം കോവയ്ക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കുക. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കുക. ശേഷം നമ്മുടെ കോവയ്ക്കയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന കോവയ്ക്ക് കുറച്ച് വീതം ഇട്ടിട്ട് ഒരു 1/4 വേവിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. നമ്മുടെ എണ്ണയുടെ ആ ഒരു പത അടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൂത്തിട്ടുണ്ടെന്ന്. അതുപോലെ എല്ലാ കോവയ്ക്കയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ തേങ്ങാക്കൊത്തും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തും ഞാൻ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കയും തേങ്ങാക്കൊത്തും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.